നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. US എന്നും ഭയപ്പെടുന്ന ഒരു കാര്യം അവരുടെ ഇന്റലിജൻസ് വിങ്ങിൻ്റെയും അവരുടെ പെൻറ്റഗണിൻ്റെ റിസർച്ച് ഏജൻസിയുടെ നീക്കുപോക്കുകളും റഷ്യൻ ചാരന്മാർ ചോർത്തുമോ എന്ന ഭയം പണ്ടുകാലം മുതൽക്കേ ഉള്ളതാണ്. ചൈനയും റഷ്യയും നിയോഗിക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൃത്യമായി അമേരിക്കയുടെ നീക്കങ്ങൾ ചോർത്തി ഇറാന് നൽകുന്നു എന്ന് ഇപ്പോൾ വാഷിങ്ടണിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. അതായത് ന്യൂയോർക്ക് ടൈംസിൽ ഉൾപ്പെടെ അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം അമേരിക്കയുടെ നീക്കങ്ങൾ, പെൻറ്റഗണിൻ്റെ നീക്കങ്ങൾ പലതും ഇറാൻ നിരീക്ഷിച്ചു വരികയാണ്. അടുത്ത ഒരാഴ്ച എന്തൊക്കെ നടപടികളാണ് പെൻറ്റഗൺ ആസൂത്രണം ചെയ്യുന്നത് എന്നതുൾപ്പെടെ സകലമാന കാര്യങ്ങളും കൃത്യമായി മുജ്തബ ഖമീനി അറിയുന്നുണ്ട്. ഇറാൻ കരുതിക്കൂട്ടി തന്നെയാണ് നീങ്ങുന്നത്. അവർ യുദ്ധം അനന്തകാലം കൊണ്ടുപോകാൻ വരെ യാതൊരു മടിയും കൂടാതെ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രചോദനമാണ് റഷ്യയും ചൈനയും കൊടുക്കുന്നത്. നമുക്കറിയാം, ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, ഇറാൻ ഒന്നുകൊണ്ട് പരിഭ്രമിക്കേണ്ട, ഞങ്ങളുടെ പൂർണ്ണമായ ആയുധ സന്നാഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സദാ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ന്യൂക്ലിയർ ആർസനൽസ് മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായി ഞങ്ങൾ തുറന്നു തരുമെന്ന്. ഒന്ന് ആലോചിക്കൂ, ഇറാന് ഇതിൽ പരം എന്ത് ആവേശമാണ്, ഉത്തേജകമാണ് മറ്റൊരു രാജ്യത്തിന് കൊടുക്കാൻ കഴിയുക? റഷ്യയും ചൈനയും ഇറാന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യുദ്ധമുന്നണിയിൽ നിൽക്കുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് കരുതരുത്. നിങ്ങൾക്ക് കരുത്ത് പകരാൻ, നിങ്ങളുടെ നീക്കങ്ങൾക്ക് ശക്തി പകരാൻ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. നോക്കൂ, ഇറാനിലെ റഷ്യൻ എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാഘാതം ഉണ്ടാകും എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ മാധ്യമങ്ങൾ നെതന്യാഹുവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് തള്ളിപ്പറയാതെ അമേരിക്കയും ഇസ്രയേലും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് ഇറാനിൽ ഡിസ്പ്ലേ വരുമ്പോഴും അതല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും നെതന്യാഹുവിനെ ഇനാക്റ്റീവായി തുടരേണ്ട അവസ്ഥയാണ്. നെതന്യാഹുവിനെ റഡാറിൽ കിട്ടുന്ന നിമിഷം നെതന്യാഹു ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ സകലമാന സന്നാഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. നിരവധിയായ ഫൈറ്റർ ജെറ്റുകളും അന്തർവാഹിനികളും തയ്യാറാക്കിക്കൊണ്ട് നിർത്തുകയാണ്. ഇറാനെ കൊണ്ട് എന്തൊക്കെ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് അറബ് രാജ്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖത്തറിലും അതുപോലെ ഒമാനിലും UAE-യിലും സൗദിയിലും ഒക്കെയുള്ള അമേരിക്കയുടെ എയർബേസുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ അവർക്കൊരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏറ്റവും അത്യാസന്ന ഘട്ടത്തിൽ നിങ്ങൾ അമേരിക്കയോടൊപ്പം ചൊൽപ്പടിക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വളരെ കഠിനമായിരിക്കും എന്നുള്ള നീക്കമാണ്. നമുക്കറിയാം, അമേരിക്ക ലോക പോലീസായി നടക്കുന്നവരാണ്. ആറ്റം ബോംബിൻ്റെ എല്ലാ സാധ്യതകളും, അനന്ത സാധ്യതകളും ഉപയോഗിച്ച് നിരപരാധികളായ ജപ്പാനെ തകർക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശ്രമിച്ചവരാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് നിക്ഷേപിച്ച്, അണുബോംബ് നിക്ഷേപിച്ച്, അതായത് നമുക്കറിയാം റോബർട്ട് ഓപ്പൺഹൈമറെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച കഥ. എന്നിട്ട് അയാളെ റഷ്യൻ ചാരൻ എന്ന് പറഞ്ഞ് വിചാരണ ചെയ്യാൻ അമേരിക്കക്കാർ കാണിച്ച നെറിയേട്, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, അമേരിക്കയുടെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഇസ്രയേലിന് കിട്ടുമായിരിക്കും. പക്ഷേ ഇംഗ്ലണ്ടിനെ പോലും, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിനെ പോലും സുരക്ഷാ സമിതിയിൽ അമേരിക്കയുടെ കാര്യങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ, കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.